405 പേർ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക കണക്കാണ് വരുന്നത്. സർക്കാർ സ്ഥിരീകരിച്ചത് 222 അതിൽ തന്നെ ശരീരഭാഗങ്ങളാണ് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. 38 കുട്ടികളാണ് മരിച്ചതെന്ന് ഔദ്യോഗിക കണക്കുള്ളത്. അനീസിലേക്ക് വരാം. ഷഹാന ഷെറിൻ മുണ്ടക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഹാന, ഇന്നും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട്. പലയിടത്തായി തെരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്? എത്ര ടീം അംഗങ്ങളാണ് എവിടെയൊക്കെയാണ് വിന്യസിച്ചിട്ടുള്ളത്? ധന്യ, നേരത്തെ പോലെ തന്നെ 40 അംഗങ്ങളുള്ള ഈ 12 ഇടങ്ങളിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാന ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്കുള്ള ഭാഗത്ത് നിന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. മനുഷ്യന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. മനുഷ്യന്റേതാവാൻ സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ പരിശോധനയ്ക്കായി ഈ ശരീരഭാഗം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗം കിട്ടിയവർ തന്നെ നമ്മൾ TDRFന്റെ അംഗങ്ങൾക്കാണ് ഈ ശരീരഭാഗം ലഭിച്ചത്. അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ലാസ്റ്റ് ആ മുകളിലേക്കാണ് മുണ്ടക്കായ അതിൻ്റെ ഭാഗത്താണ്. ഞങ്ങൾ TDRFന്റെ 93 മെമ്പർമാരാണ് അന്ന് വന്നത്. 3 ബാച്ചായിട്ടാണ് തിരിഞ്ഞത്. 31 പേരയച്ച്. ഒരു ബാച്ച് മുകളിലേക്ക് പോയി, രണ്ടാമത്തെ ബാച്ച് ഇങ്ങോട്ടും, മൂന്നാമത്തെ ബാച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന ലാസ്റ്റ് അവിടെയൊക്കെ മണ്ണിൽ കാല് കുത്താൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഭാഗം തെരഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് TDRFന്റെ വളണ്ടിയേഴ്സായിട്ട് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ നന്ന മുകളിലേക്ക് പോയി. അവിടെ ഒരു വീടിൻ്റെ സ്ലാബാണ് എന്നൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവിടെ ഫുള്ള് ഈച്ചകൾ ഒന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്തൊരു ഡൗട്ട് തോന്നി. ഇപ്പോൾ തേനീച്ച ഉണ്ടായിരുന്നു. തേനീച്ച സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് മൃതശരീരം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശരീരമാണെന്നറിയില്ല, ചെറിയ ഒരു അരുവിൻ്റെ ഇടയിലാണ് നമ്മൾ ജംഷാദും ജുനേഷും ഞങ്ങൾ 3 ആളാണ് ആ ബാച്ചിലേക്ക് കൊണ്ട് പോയത്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ഓരോരുത്തരും ഓരോ ബാച്ചിലാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും പോരുത്. കാരണം ഒരു ദുരന്തം നടന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഏത് സമയത്തും പൂണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാച്ചായിട്ടാണ് പോയത്. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് 3 പേരൊക്കെ ഞങ്ങളൊരു ബാച്ചായിട്ടാണ് പോയത്. പക്ഷെ അവിടെ നിന്ന് തിരിഞ്ഞപ്പോൾ ഒരു 3 ബാച്ചായി വന്നു. അപ്പോൾ ആ തിരിച്ചു വരുന്നതിൽ ഞങ്ങൾക്കൊരു മനുഷ്യ ശരീരത്തിന്റെ വള്ളത്തിന്റെ ഒഴുക്കുന്നതാണ്. വള്ളത്തിൽ ഒഴുക്കുന്നത് തടഞ്ഞു നിന്നപ്പോൾ ഞങ്ങൾ 2-3 കല്ല് നീക്കി നോക്കി. പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ കിട്ടിയത് ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് മനുഷ്യ ശരീരത്തിൻ്റെതാണോ മൃഗശരീരത്തിനാണോ നമുക്കറിയില്ല. അത് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് ആംബുലൻസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ ജില്ലാ കോർഡിനേറ്ററിന്റെ മഠത്തിൽ അസീസ് സാറും പിന്നെ 2 സഹപ്രവർത്തകരും ആംബുലൻസിൽ കയറിയിട്ട് അതിന് ചെയ്യാൻ പോയിട്ടുണ്ട്. ധന്യ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന ഇടത്താണ് ഇപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ശരീരഭാഗം ലഭിച്ചിരിക്കുന്നത്. മനുഷ്യന്റേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. മനുഷ്യന്റേതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമിക പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി പരിശോധന തുടരുന്നുണ്ട്. ഈ 12 ഇടങ്ങൾ കണ്ടെത്തി അവിടെയാണ് പരിശോധന തുടരുന്നത്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുന്നുണ്ട്. നേരത്തെ തന്നെ ഇങ്ങോട്ട് സ്നിഫർ ഡോഗുകളെയും എത്തിച്ച് ഈ ഹിറ്റാച്ചി നിൽക്കുന്ന പരിസരത്ത് സ്നിഫർ ഡോഗുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഈ വിവരം കൈമാറിയത് പ്രകാരം പുഞ്ചിരിമട്ടത്തേക്ക് ഡോഗുകളെ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അവിടെ പരിശോധന കൂടുതൽ പുഞ്ചിരിമട്ടം ഭാഗത്തേക്കുള്ള ഈ റോഡിലാണ്, മുണ്ടക്കൈ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന റോഡിലാണ് ഈ ശരീരത്തിന്റെ ഭാഗം ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് സ്നിഫർ ഡോഗുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. മറ്റ് പരിശോധനാ രീതികൾ പറയുകയാണെങ്കിൽ ചൂരൽമലയിൽ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നുണ്ട്. നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. ഇത് ശക്തമാണോ എന്നറിയാനുള്ള ഒരു തരത്തിലുള്ള പരിശോധനയാണ് തുടരുന്നത്. മറ്റൊരു കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, എല്ലാ ഭാഗത്തു നിന്നും പരിശോധന തുടരുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായതുകൊണ്ട് തന്നെ ഈ മണ്ണ് അടിഞ്ഞ സോയിൽ ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ അളവ് അനുസരിച്ച് പരിശോധന തുടരാനുള്ള ഒരു നീക്കമാണ് ഇനി നടക്കുക. ഒപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും ഈ ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും തുടരും. ശരി ഷഹാന.